ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ പ്രത്യേക അന്വേഷണ സംഘം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്ത്രിക്കെതിരെ തെളിവില്ലെന്ന പരാമർശം റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പരാമർശം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകൾ ഹൈക്കോടതിയുടെ മുന്നിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം വിവരിച്ചിട്ടുമുണ്ട്. തെളിവുകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഒരു സംഭവം കൂടി എടുത്തു മാറ്റണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യം. അപ്പൊ എന്തായിരിക്കും ഇത് കാരണം? ഇങ്ങനെ ഒരു ഇപ്പം വീണ്ടും കുറച്ചു ദിവസമായിട്ട് സ്വർണ്ണക്കൊള്ള കേസ് ഇങ്ങനെ ഒന്ന് പതുങ്ങിയിരിക്കുമായിരുന്നു. ഇപ്പൊ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ എല്ലാ കാര്യങ്ങളുടെയും കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ഒരാള് തന്ത്രി തന്നെയാണ്. തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപും നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പലരും തന്ത്രിയെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ, അതായത് തന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന അഹമ്മതി അഴിമതി അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പടിപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ പുലർത്തിപ്പോരുന്ന ചില രീതികൾ, പണം വാങ്ങിക്കൊണ്ട് ഇപ്പോൾ പടിപൂജ ബുക്ക് ചെയ്യുന്നത്, ആ ബുക്കിംഗ് ക്യാൻസൽ ആയി കഴിയുമ്പം ആ സ്ലോട്ട് വേറൊരാൾക്ക് വലിയ തുകയ്ക്ക് കൊടുക്കുന്നു ദർശനത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അവിടെ നിന്ന് മേടിക്കുന്ന ഈ ചരട് പോലെയുള്ള സാധനങ്ങൾ അതിനുള്ള കെട്ടിക്കൊടുക്കുന്നതിന് വരെ ദക്ഷിണ എന്നൊക്കെ പറയുന്ന പോലെ തന്ത്രി ഈശ്വര തുല്യനായി വാഴുന്ന ഒരു സമയം തന്നെയല്ല. അന്നും പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈശ്വര തുല്യനായ ഒരാൾ ശവന്തീനിയല്ല എന്നും പത്മകുമാർ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പത്മകുമാർ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്. ശവന്തീനികളല്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കരുതിയത് ശവന്തീനി എന്ന് പറഞ്ഞാൽ മാംസാഹാരം ഭക്ഷിക്കാത്ത ആളെന്നാണ്. ശവന്തീനി അല്ല എന്ന് പറയുന്ന വാക്കിന്റെ ഒരു കോറെന്ന് പറഞ്ഞ. അപ്പം ശവന്തീനി അല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വിചാരിച്ചെന്തോ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചത്, ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പത്രക്കാരോ അങ്ങനെ ആരെയെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചതെന്നാണ് കരുതിയത്. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു യഥാർത്ഥമായ ഒരു വസ്തുത അത് തന്നെയായിരുന്നു. അപ്പൊ പത്മകുമാർ പറയാതെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അത് തുടക്കത്തിലെ തന്നെ പത്മകുമാർ പറഞ്ഞത്. അങ്ങനെയാണ് തന്ത്രി എന്ന് പറയുന്ന ഒരാൾ കുടുങ്ങുന്നത്. തന്ത്രി എന്തിന് കുടുങ്ങി എന്ന് ചോദിച്ചാൽ, എന്തിനാണ് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ഇത്രയധികം അദ്ദേഹം സംസാരിച്ചത്? ഫോൺ രേഖകൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ പരപ്പോഴായിട്ട് സംസാരിച്ചതിന്റെ ഫോൺ രേഖകളുണ്ട്. ഇവർ തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടതുമായി സംബന്ധിച്ചുള്ള രേഖകളും അതോടൊപ്പം തന്നെ തെളിവുകളും എല്ലാം ഈ പറയുന്ന തന്ത്രിക്കെതിരായിട്ടുണ്ട്. അതോടൊപ്പം ഈ 98 വിജയമല്യ കൊണ്ടുവന്ന സ്വർണം ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്ന സാഹചര്യത്തിൽ അന്ന് തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്നും ഈ തന്ത്രി കണ്ഠരര് രാജീവര് തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന തന്ത്രി ഇത് പിന്നീട് ചെമ്പ് പാളി എന്ന് നോട്ട് ചെയ്ത അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ആ പേപ്പറിൽ തന്നെ അദ്ദേഹം എങ്ങനെയാണത് അംഗീകരിക്കുക? അപ്പം അദ്ദേഹത്തിന് പറഞ്ഞൂടെ ചെമ്പ് പാളിയല്ല സ്വർണ്ണപ്പാളിയാണ് എന്ന് എന്തുകൊണ്ടാണ് അന്ന് മാറ്റി എഴുതാതിരുന്നത്? അപ്പൊ അതിനകത്ത് ക്രമക്കേട് നടന്നിട്ടില്ലേ? ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് അറിയാമല്ലോ. കാര്യം എന്താ, പിന്നെ ഇവിടെ സ്വർണം പൂശുന്ന സമയത്ത് കൃത്യമായി തന്ത്രി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സ്വർണം പൂശിയ സാധനം പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് അത് ചെമ്പുപാളി എന്ന് എഴുതാൻ കഴിയുക? അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച അപേക്ഷയിന്മേൽ ഒരു തീരുമാനം എടുക്കുമ്പോഴും ഇതെല്ലാം റെക്കോർഡിക്കലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് ഒരേ വേർഡ് ഫയലിൽ തന്നെയാണ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇതെല്ലാം സംശയത്തിന് നിഴലിൽ തന്നെ തന്ത്രി. അതോടൊപ്പം തന്ത്രിയുടെ ഫോണിൽ നിന്ന് അനാവശ്യമായ കുറെ രേഖകൾ കണ്ടെടുത്തു എന്ന് പറയുന്നു. ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഫോണിൽ കാണാൻ പാടില്ലാത്ത പലതും കണ്ടു എന്ന് SIT കോടതിയിൽ ബോധിപ്പിക്കുന്നുണ്ട്. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശവും SIT അങ്ങോട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ തന്ത്രിയെ ജാമ്യത്തിൽ ഇറക്കി വിട്ടത് ചില അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഒരു അല്പസമാധാനമായിട്ടുണ്ടാവും. തന്ത്രി പുറത്തേക്ക് വന്നപ്പോൾ BJP അടക്കമുള്ള ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ അധികം CPM പ്രവർത്തകരും CPMകാരും അല്ലെങ്കിൽ മന്ത്രിമാരും ഒക്കെ അകത്താകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു സംഭവമുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിന്മേൽ ഇപ്പൊ കനത്ത പ്രഹരമാണ്. അല്ലെങ്കിൽ ഹൈക്കോടതി പറയുമല്ലോ, നിങ്ങൾ പിന്നെ എന്തിനാണ് ഇത് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്? ഹൈക്കോടതി ഉറപ്പായിട്ടും ചോദിക്കുക, SIT എടുക്കുക. തെളിവില്ലാത്ത ഒരു കാര്യത്തിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തെ ക്രൂശിക്കാൻ കഴിയുക? തന്ത്രി ദൈവതുല്യനായിട്ട് കാണുന്ന ഒരാളാണ്. ആ തന്ത്രി എങ്ങനെ ക്രൂശിക്കാൻ കഴിയും എന്ന് ഹൈക്കോടതി ചോദിക്കുമല്ലോ. ഹൈക്കോടതി ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോഴും SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നേ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SITയുടെ അന്വേഷണം കൃത്യമായ ദിശയിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് കൃത്യമായി ഹൈക്കോടതി വീണ്ടും നിരീക്ഷിച്ചിട്ടുണ്ട്.
അപ്പം ഇങ്ങനെ ഹൈക്കോടതി പോലും നിരീക്ഷിക്കുന്ന ഒരു കേസിലാണ് ഇപ്പൊ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ജാമ്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് തന്ത്രിയെ വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് വരുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം, ജാമ്യത്തിലാണ് ഇരിക്കുന്നത്. ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ചില ജാമ്യ വ്യവസ്ഥകളൊക്കെ നമുക്കറിയാം. എങ്കിലും ജാമ്യ വ്യവസ്ഥകൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് തന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യം പിന്നെ ഈ പറയുന്ന തെളിവുകൾ നശിപ്പിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ദേവസ്വം ഉദ്യോഗസ്ഥർക്കിടയിലും ഈ പറയുന്ന ആളിന് വലിയൊരു തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാമാണ്യത്വമുണ്ട്. അവർക്കിടയിലും വലിയൊരു സ്ഥാനം ഈ പറയുന്ന തന്ത്രിക്ക് എല്ലാ കാലത്തും കിട്ടിയിട്ടുമുണ്ട്. അത് ഇപ്പോഴും കിട്ടുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ് പലപ്പോഴും കോടതികൾ മാനിക്കാത്തത്, അല്ലെങ്കിൽ അന്വേഷണ സംഘങ്ങൾ മാനിക്കാത്തതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനമുള്ള ഒരാൾ തീർച്ചയായും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാകാവുന്ന ഒരു വലിയ ഒരു പ്രതിസന്ധി, അതായത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രതിസന്ധി വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തന്ത്രി കുറ്റക്കാരനാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ കർത്തവ്യ വിലോപം തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രയറാണ് ഇപ്പം SIT ഹൈക്കോടതിക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ പിന്നെ ഈ അവിടുത്തെ എന്താ പറയാ കൊടിമരം കോൺക്രീറ്റ് ചെയ്തതാണ്. ഏകദേശം 40 വർഷത്തേക്ക് ഗ്യാരണ്ടീഡ് ആണ് ആ സാധനം. അത്ര ഗ്യാരണ്ടീഡ് ആയിട്ട് നിൽക്കുന്ന ആ കൊടിമരം ചിതലരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനുജ്ഞ തയ്യാറാക്കുകയും എന്നിട്ട് അവിടെ നിന്നുള്ള വാജിവാഹനം എടുത്ത് വീട്ടിൽ കൊണ്ട് പോവുകയും ചെയ്ത ഒരാളാണ് ഈ പിന്നെ ഇദ്ദേഹം തന്ത്രി. അതിന് അന്നത്തെ UDF നേതാക്കന്മാർ അജയ് തറയിലും അതോടൊപ്പം പിന്നെ ചടയമംഗലം MLA അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന നമ്മുടെ എന്താ പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ, ഇവരെല്ലാവരും ഇതിനകത്ത് പങ്കാളികളായിരുന്നു എന്നുള്ള വസ്തുതയാണ്. ആ വസ്തുത മറച്ചു പിടിക്കാൻ കഴിയില്ല. ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. ശരിക്കും ചർച്ച ചെയ്യേണ്ടത് ഈ എന്തുകൊണ്ടാണ് ഇപ്പോഴും UDF കുറിച്ച് അധികം ചർച്ച ചെയ്യാത്തത്? ഈ വിഷയത്തിൽ UDF മൗനം പാലിക്കുകയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് UDF മിണ്ടാട്ടമില്ല. UDF സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഡേറ്റ ചോർച്ചയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇപ്പം കോടതി പോയിട്ട് തേഞ്ഞൊട്ടിങ്ങൊന്നുമില്ല PRD ഒരു കേസ്, PRD ആയിട്ട് ബന്ധപ്പെട്ട് പരസ്യം കൊടുത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ 1-2 കേസുകൾ മാത്രം എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ചോ ശബരിമലയിലെ സ്വർണം പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറയുന്ന പാട്ടോ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ സമയത്ത് പോലും UDF അവർ ഉപയോഗിക്കാത്തത്? അപ്പൊ UDF മനസ്സിലായി കോപ്പർ ഔട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ചെമ്പ് തെളിയുക എന്ന് പറയുന്നത്. ആ ചെമ്പ് തെളിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ഇത് UDF തന്നെ വിരൽ ചൂണ്ടി വരുന്ന ഒരു വലിയ ബൂമറാങ് ആണ് എന്നുള്ള ഒരു കാര്യം അവർക്ക് ബോധ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ എടുത്ത തന്ത്രം ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പണിയാ. അതെ, കാര്യം അവരവര് കുഴിച്ച കുഴിയിൽ അവരവര് തന്നെ വീഴുന്ന അവസ്ഥ. ഇവരിപ്പോ നോക്കിയോളൂ, കേസ് അന്വേഷണം ഇങ്ങനെ ഒരു വഴിക്കൂടെ പോയി ആ അന്വേഷണത്തിനെ കുറിച്ച് കോടതിക്ക് യാതൊരു എതിരഭിപ്രായവുമില്ല. അപ്പോഴാണ് ഇവർക്ക് കിട്ടിയ ഒരു കാര്യം, ഈ കൊല്ലത്ത് നിന്ന് കോടതി ഇവരെ വെറുതെ വിടുന്നു. അതായത് നമ്മുടെ തന്ത്രിയെ ജസ്റ്റ് ഒഴിവാക്കി കൊടുക്കുന്നു, ജാമ്യം കൊടുക്കുന്നു, തെളിവില്ല എന്ന് പറയുന്നു. അപ്പൊ ഇതോടെ ആയി കഴിഞ്ഞാൽ ഇതൊരു വലിയ മാർക്കറ്റായി. തന്ത്രിയെ ക്രൂശിച്ചു. ഇനിയിപ്പോ ഇവര് തന്ത്രിയെ പൊക്കിയെടുത്തോണ്ട് പിന്നെ ഈ പറയുന്ന പോലെ വലിയ ജാഥ നയിക്കുക, പ്രകടനം നയിക്കുക. ഞാൻ വിചാരിച്ച് പുള്ളിയെ പൊക്കി വണ്ടിക്കകത്ത് റോഡ് ഷോ ഒക്കെ നടത്തുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. കാര്യം അത്രയ്ക്ക് അധപ്പതിച്ചു പോയി. ഇവിടുത്തെ BJP UDF ഒരു സഖ്യം ഉണ്ടല്ലോ, അവർ അത്രത്തോളം ഈ കോലീബി എന്നൊക്കെ പറയുന്ന ഒരു ലെവലുണ്ടല്ലോ, അവർ അത്ര അധപ്പതിച്ചു പോയി. അപ്പൊ അങ്ങനെ പക്ഷേ ഈ തന്ത്രിയെ വെറുതെ അങ്ങ് അറസ്റ്റ് ചെയ്യൂ. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് എത്ര ദിവസം ഇവിടെ കിടന്നു. എന്നിട്ടാണോ കോടതിക്ക് മനസ്സിലായത് തന്ത്രിയുടെ ഈ തെളിവില്ല എന്നുള്ള കാര്യം? തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് സ്വാഭാവിക ജാമ്യം അല്ലെങ്കിൽ പോലും 41 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. ഈ 41 ദിവസവും കോടതിക്ക് മനസ്സിലായില്ലേ ഈ തന്ത്രിയുടെ ഭാഗത്ത് തെളിവില്ല എന്നുള്ള കാര്യം? പിന്നെ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്? തെളിവില്ല എന്നുണ്ടെങ്കിൽ SIT പോലൊരു അന്വേഷണ സംഘം പിന്നെ തന്ത്രിയോട് എന്ത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനാണ്? ഇനി സർക്കാരിന്റെ രാഷ്ട്രീയമാണെന്ന് തന്നെ വെച്ചോളൂ, തന്ത്രിയോട് എന്ത് രാഷ്ട്രീയ വൈരാഗ്യമാണ്? ആരെ രക്ഷിക്കാനാണ്? ഇവിടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ തന്ത്രി പിടിയിലായി എന്ന് പറഞ്ഞുകൊണ്ട് പത്മകുമാറിനെ രക്ഷിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇനി കടകംപള്ളി സുരേന്ദ്രൻ ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ കഴിയുമോ? അതും പറ്റില്ല. ഇനി VN വാസവനാണെന്നുണ്ടെങ്കിൽ VN വാസവനെ രക്ഷിക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ പൊളിറ്റിക്കലി ഇത് ഒരിക്കലും മോട്ടിവേറ്റഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് SIT അറസ്റ്റ് ചെയ്ത് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് തന്നെയാണ് ഇത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിൽ നിരന്തരം സംസാരിച്ചതിന്റെ തെളിവുകൾ SITയുടെ കയ്യിലുണ്ട്. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ തെളിവുകളും ഈ പറയുന്ന SITയുടെ കൈവശമുണ്ട്. അതോടൊപ്പം പിന്നെ ആ സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനെ ചെമ്പുപാളി എന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുത്തു വിട്ടതും തന്ത്രി തന്നെയാണ്. തന്ത്രി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് തന്ത്രി ചെയ്യുന്നത് ശരിയല്ല. തന്ത്രിയാണല്ലോ അനുജ്ഞ അടക്കമുള്ള ദൈവം ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ തന്ത്രി ചെയ്യുള്ളൂ. ദൈവം പറയുന്ന അനുസരിച്ചല്ലേ തന്ത്രിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. ആ തന്ത്രി അങ്ങനെ ദൈവം പറയുന്നത് കേട്ടിട്ടാണോ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കിയത്?
എന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി തെളിവുകൾ തന്ത്രിക്കെതിരായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ SIT കോടതി അറിയിച്ചിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്ന വാക്കേനത് ഉപയോഗിക്കാൻ കഴിയില്ല. തന്ത്രി ഇവിടെ BJPയുടെ ഒരു നേതാവല്ല, UDFന്റെ നേതാവല്ല, മറിച്ച് ഒരു ആരാധനാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്, ദൈവത്തിന് തുല്യം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ അദ്ദേഹത്തെ തകർക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു വിടുന്നതുകൊണ്ട് എങ്ങനെയാണ് അല്ലെങ്കിൽ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും? തന്ത്രിയെ പിടിച്ചു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു സാധനം വരുന്നത്? അപ്പൊ ഇവിടുത്തെ LDF സർക്കാർ ശബരിമലയെ തകർക്കാനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ശബരിമലയിൽ നിന്ന് പോയ സ്വർണം ആര് കൊണ്ടുപോയി എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ അന്വേഷണം നടക്കുന്നത്, അല്ലേ? ഇതൊരിക്കലും ഇത് ഈ അന്വേഷണം പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് കൊണ്ടുവരാനാണ് ഒരു പറ്റം ആഗ്രഹിച്ചത്, UDF ആഗ്രഹിച്ചത്. ദാറ്റ് മീൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു കളവ് പറഞ്ഞു, ആ കളവ് ഏറ്റുപിടിച്ചുകൊണ്ട് VD സതീശൻ സഭയിൽ ഇത് പറഞ്ഞു, അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു എങ്കിൽ അന്വേഷണം നടത്താം. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടാണ് അന്വേഷണം ആരംഭിച്ചത് എങ്കിലും, അതായത് UDF ഉയർത്തിയ ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് ഇവിടെ ഉണ്ടായതെങ്കിലും പിന്നീട് തിരിഞ്ഞു കുത്തുന്ന അവസ്ഥയിലേക്ക് വരികയും അത് പിന്നെ LDFന് ഗുണകരമായി എന്ന് പറയുന്നില്ലെങ്കിൽ തന്നെയും LDFനെ നോവിക്കാത്ത തരത്തിൽ പോവുകയും ചെയ്തു. പത്മകുമാറിനെ ഈ പറയുന്ന ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കി അവിടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും. ഇനിയിപ്പോ ഉടനെ പത്മകുമാറിനെതിരായിട്ട് നടപടി ഉണ്ടാകും, പത്മകുമാറിനെതിരായിട്ട് N വാസുവിനെതിരെ, ശങ്കർദാസിന് എല്ലാവർക്കെതിരായിട്ടും നടപടി ഉണ്ടാകുന്ന ഒരു സമയത്തിലൂടെ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കറക്റ്റ് ടൈമിംഗ് ആണ്. അപ്പോൾ ശരിയായ സമയത്ത് തന്നെയാണ് സർക്കാർ ഈ രീതിയിലുള്ള അല്ലെങ്കിൽ SIT ഒരു മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു പരിണിത ഫലം നമുക്ക് കണ്ടറിയാം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്.